റിഡക്റ്റീവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് അറിയാവുമെന്ന് എനിക്കറിയില്ല, റീസെൻ്റ്ലി നമുക്ക് കേരള യുക്തിവാദി സംഘത്തിലെ ഒരു 30-minute ടോക്കിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരുന്നു. അപ്പം എന്താണ് റിഡക്റ്റീവ് എന്നതായിരുന്നു ടോപ്പിക്കിൻ്റെ പേര്. അത് ബിജുമോഹൻ്റെ ചാനൽ അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം, അല്ലെങ്കിൽ വീഡിയോയുടെ എവിടെയെങ്കിലും തമ്മിൽ കൊടുക്കാം. സോ ഇൻട്രസ്റ്റ് ഉള്ളവർ പോയി കാണുക. അപ്പോൾ ഞാൻ ആ വീഡിയോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ആ വീഡിയോയിൽ ഒരുപാട് കമൻസ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ആ കമൻസ് ഒന്ന് അഡ്രസ്സ് ചെയ്യണം. അത് അവിടെ അഡ്രസ്സിൽ നിന്ന് നല്ലത് എനിക്ക് തോന്നുന്നൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പറയുന്നതായിരിക്കും നല്ലത് എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് പ്രധാനമായും യുക്തിവാദം എന്താണ് എന്നായിരുന്നു. യുക്തിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള തെറ്റായ ലോകവീക്ഷണങ്ങളെ പൊളിക്കുക, അല്ലെങ്കിൽ തെറ്റായ ആഖ്യാനങ്ങളെ പൊളിക്കുക, ശരിയായ ലോകവീക്ഷണം സമൂഹത്തിലെത്തിക്കുക എന്നതാണ് യുക്തിവാദം എന്നും അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട ചില ടൂൾസ് ആൻഡ് ടെക്നിക്സ് എന്താണ് എന്നതായിരുന്നു ആ ഒരു പ്രസൻറ്റേഷൻ്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ. അവിടെ ഞാനൊരു 3 പോയിൻ്റ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, അബ്ഡക്റ്റീവ് റീസണിങ്. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതായത് തെളിവുകൾ നോക്കി ഏറ്റവും ശരിയാവാൻ സാധ്യതയേറിയ ലോകവീക്ഷണത്തെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതി. അതുകൂടാതെ അധികം ചർച്ച ചെയ്യപ്പെടാത്ത 2 വിഷയം കൂടെ ഞാൻ അവിടെ പറഞ്ഞായിരുന്നു. ഒന്ന്, റിഡക്റ്റീവ് ആഡ് അബ്സേർഡം എന്ന ഒരു ആർഗ്യുമെൻറ്റിനെ റെഫ്യൂട്ട് ചെയ്യുന്ന രീതി. മൂന്നാമത്തേത് നമ്മൾ എക്സ്പേർട്സിനെ റിലൈ ചെയ്യണമെന്നാണ്. അപ്പം ആ എക്സ്പേർട്സിനെ റിലൈ ചെയ്യണം എന്ന് പറയുന്ന പോർഷൻസിൽ ഒരുപാട് കമൻസ് ആ വീഡിയോയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആ വീഡിയോയിലുള്ള കുറച്ച് കമൻസ് നോക്കാം. അപ്പം ഒരു കമൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കനകേന്ദ്രൻ KT എന്ന് പറയുന്ന ഒരു യൂസർ പറയുകയാണ്, ആയുർവേദ ഡോക്ടർ എക്സ്പേർട്ടിനോട് ആയുർവേദത്തെ പറ്റി ചോദിച്ചാൽ അവർ പറയുന്നത് അംഗീകരിക്കാനോ താങ്കൾ പറഞ്ഞതിൽ വരുന്നുണ്ട്. തെളിവാണ് മുഖ്യമായത്. അതിന് എക്സ്പേർട്ടായിട്ടുള്ളവരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിശകലനം ചെയ്യേണ്ട ആവശ്യം വരും. ഒരു ശരിയായ കാര്യം ആര് പറഞ്ഞാലും, അത് ഏത് കള്ളൻ പറഞ്ഞാലും അത് കറക്റ്റാണ്. ഒരു കള്ളൻ സിഗർ വലിക്കുന്നതിന് മോശമാണെന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. ഇപ്പം നമ്മൾ അവിടെ ആ വീഡിയോയിൽ പറഞ്ഞൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എക്സ്പേർട്ടും ഒരു ലേ പേഴ്സണും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എക്സ്പേർട്സ് ആർ മോർ ലൈക്ലി ടു ബി ട്രൂ എന്നൊരു പോയിൻ്റാണ് നമ്മൾ വെച്ചത്. അപ്പം എക്സ്പേർട്സിനെ റിലൈ ചെയ്യേണ്ടത് ഒരു കാര്യമുണ്ട് എന്ന പോയിന്റിനെ ఖండిക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ആയുർവേദത്തെ പറ്റി ആയുർവേദ ഡോക്ടറോട് ചോദിച്ചതാണോ അംഗീകരിക്കേണ്ടതാണ്. ആക്ച്വലി ആയുർവേദം ഒരു സൂഡോ സയൻസ് ആണ് എന്നതാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ. സോ എക്സ്പേർട്ട് ഒപ്പീനിയൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആയുർവേദം ഒരു സൂഡോ സയൻസ് ആണെന്നും ഇത് ആധുനിക ശാസ്ത്ര പരീക്ഷണ നിരീക്ഷണ മെത്തേഡ്സുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നും ഇതിനെ കുറിച്ചുള്ള റാൻഡമൈസ് കൺട്രോൾ ട്രയൽസും എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളും ഇത് തെളിയിക്കുന്നില്ല, ഇതിൻ്റെ ക്ലെയിംസ് ഇത് നിറവേറ്റുന്നില്ല എന്നതാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ. അപ്പോൾ നമ്മൾ എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആയുർവേദ ഡോക്ടറുടെ ഒപ്പീനിയൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തേത്, ഇദ്ദേഹം പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെയാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. ഒരു കള്ളൻ സിഗർ വലിക്കുന്നത് മോശമാണെന്ന് പറഞ്ഞാൽ അത് കറക്റ്റാണ്. പക്ഷേ അത് മോശമാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ് എന്നതാണ് ഞാൻ അവിടെ വിശദീകരിച്ചത്. അപ്പോൾ സിഗർ വലിക്കുന്നത് മോശമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ അവരുടെ റിസർച്ച് വർക്കിൽ ഈ സംഭവം പറയുമ്പോഴാണ് അത് മോശമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ നമ്മൾ സ്വയം കണ്ടുപിടിക്കുന്നതല്ല, നമ്മൾ സ്വയം എന്തോ തെളിവുകൾ വെച്ച് കണ്ടുപിടിക്കുന്നതല്ല. എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ ഈ സിഗർ വലിക്കുന്ന വിഷയം എക്സ്പെർട്ടീസ് ചെയ്ത് പഠിച്ച് സബ്ജക്ട്സിൽ എക്സ്പെരിമെൻറ്റ് നടത്തി ഡേറ്റ നോക്കി പ്രസിദ്ധീകരിച്ച പബ്ലിക്കേഷൻസിൽ വരുന്ന സംഭവം നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് സിഗർ വലിക്കുന്ന മോശമാണ്. അപ്പം കള്ളൻ പോലും സിഗർ വലിക്കുന്ന മോശമാണെന്ന് പറഞ്ഞാൽ അത് അയാൾ പറഞ്ഞ ഒപ്പീനിയൻ കറക്റ്റാണ്. പക്ഷേ ഒപ്പീനിയൻ കറക്റ്റാണോ നമ്മൾ മനസ്സിലാക്കുന്നത് എക്സ്പേർട്സ് പബ്ലിഷ് ചെയ്ത വർക്കുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ്. സോ ഹോപ്പ് ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് ആൻസർഡ്. വേറെ ചോദ്യം, വാട്ട് ക്വാളിഫൈസ് ദ സോ കോൾഡ് ഗ്ലോബൽ എലൈറ്റ്സ് ആസ് എക്സ്പേർട്സ് ഓൺ പാൻഡമിക്സ്, ക്ലൈമറ്റ് ചേഞ്ച്, ഫുഡ് സിസ്റ്റം ആൻഡ് ദി ലൈക്ക്. ആ വിഷയത്തിൽ ഗ്ലോബൽ എലൈറ്റ്സ് പറഞ്ഞെടുക്കണം എന്നതല്ല നമ്മൾ പറഞ്ഞത്. ആ വിഷയത്തെക്കുറിച്ച് പഠിച്ച് റിസർച്ച് ചെയ്ത ആളുകൾ എന്താണ് പറയുന്നത്. ഇപ്പം ക്ലൈമറ്റ് ചേഞ്ചും സയൻറ്റിസ്റ്റുകൾ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടെന്നാണ്. ഫുഡ് സിസ്റ്റം, അതിനെക്കുറിച്ചും അവരുടെ ഒപ്പീനിയൻസാണ് എടുക്കേണ്ടതെന്നാണ് നമ്മുടെ പോയിന്റ്. അല്ലാതെ ഇപ്പം പാൻഡമിക്സിനെ കുറിച്ച് നമ്മൾ എക്സ്പെർട്ടൈസ് എടുക്കേണ്ടത് ഏതെങ്കിലും വക്കീലിൻ്റെ അല്ല. ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് നമ്മളൊരു ഒപ്പീനിയൻ എടുക്കേണ്ടത് ഒരു പൊളിറ്റീഷ്യൻ്റെ അല്ല. ഫുഡ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മളൊരു ഒപ്പീനിയൻ എടുക്കേണ്ടത് എന്നെ പോലുള്ളൊരു യൂട്യൂബറിൽ നിന്നുമല്ല എന്നതാണ് നമ്മുടെ പോയിന്റ്. ഇത്തരം വിഷയങ്ങൾ എക്സ്പെർട്ടീസുള്ള ആളുകളിൽ നിന്ന് എടുക്കണം എന്നാണ് പോയിന്റ്. സോ ഇത് റെപ്പിറ്റീഷനാണ്, പക്ഷേ ഞാൻ ആ കമൻറ്റുകൾ പല രീതി വരുന്നതുകൊണ്ട് ഒന്നുകൂടെ എംഫസൈസ് ചെയ്ത് പറയുന്നു എന്നതാണ്. പ്ലൂട്ടോ ചോദിക്കുന്നു, ശരീരത്തിൽ ബോഡി മാസ് ഇൻഡെക്സ്
അശാസ്ത്രീയമാണെന്നൊരു സീനിയർ ഡോക്ടർ പറയുന്നു. മറ്റു പല ഡോക്ടേഴ്സ് ഇത് ശാസ്ത്രീയമാണെന്നും പറഞ്ഞു. ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ സ്വയമായി മനസ്സിലാക്കിയെടുക്കാൻ എനിക്ക് അറിവില്ല താനും. ഇങ്ങനെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഏതെങ്കിലും ഒന്ന് വിശ്വസിക്കുക എന്നതല്ലേ മാർഗമുള്ളൂ. ഞാൻ പറഞ്ഞു, ഇവിടെയാണ് യുക്തിവാദികളുടെ ഒരു ജോലി വരുന്നത്. യുക്തിവാദികളുടെ ഒരു ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എക്സ്പെർട്ട് നോളജ് എന്താണെന്ന് സമൂഹത്തിലേക്ക്, ഒരു കോമൺ മാനിലേക്ക് എത്തിക്കുക എന്നതാണ്. ഇപ്പം ഈ ഒരു വാക്സിനേഷൻ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളൊരു ഐഡിയ ഒരു സാധാരണക്കാരൻ സ്വയം കണ്ടുപിടിക്കുന്നതല്ലല്ലോ. അത് ഈ യുക്തിവാദികൾ അല്ലെങ്കിൽ ഈ നറേറ്റീവ്സ് വരുന്ന സമൂഹത്തിൽ, അല്ലെങ്കിൽ ആ ഒരു നറേറ്റീവ്സ് ഉള്ള ഒരു മണ്ഡലത്തിൽ യുക്തിവാദികൾ എന്ന് പറയുന്ന ഒരു എക്സ്പെർട്ടീസ് ഒപ്പീനിയൻ എടുത്ത് കോമൺ ആളുകളിലേക്ക് മനസ്സിലാവുന്ന രീതിയിൽ എത്തിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുക്തിവാദം എന്ന് പറയുന്ന പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളെ റെഫർ ചെയ്തിട്ട് നമ്മളത് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നതാണ്. ഒന്നെങ്കിൽ അത് സ്വയം ചെയ്യാനുള്ള കഴിവ് ഒരു ലേ പേഴ്സൺ ഉണ്ടെങ്കിൽ അത് വെല്ലാൻ കൂടാണ്. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന വേറെ ആളുകൾ കാണും. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ എക്സ്പെർട്ട് ഒപ്പീനിയൻസ് നോക്കി, റെഫറൻസസ് നോക്കി, പല പല റെഫറൻസസ് നോക്കി ഒപ്പീനിയൻസ് പറയുന്നുണ്ട്. അപ്പോൾ അവരെ വിശ്വസിക്കുന്നതാണ് സെക്കൻഡ് ഓപ്ഷൻ എന്നാണ് നമ്മുടെ പോയിന്റ്. പിന്നെ ഇത് ഈസി അല്ല എന്ന് നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഇത് ഈസി ആണ് എന്നതല്ല നമ്മുടെ പോയിന്റ്. ഇത് ഈസി വേ നമ്മൾ എടുക്കുന്നു എന്നതുകൊണ്ട് നമ്മൾ പല തെറ്റായ കൺക്ലൂഷൻസിലെത്തുന്നു എന്നതാണ് എൻ്റെ പോയിന്റ് തന്നെ. പിന്നെ വന്ന ഒരു കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണു എയുടെ ആണ്. അദ്ദേഹം പറയുന്നത്, ആര് പറഞ്ഞാലും എന്താ, ശരി പറഞ്ഞാൽ പോരെ എന്ന് പറയാനുള്ളവരോട് പ്രതീക്ഷ ചോദിക്കുന്നത്, ഇയാൾ പറഞ്ഞത് ശരിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് ശരിയാണോ എന്ന് അറിയാൻ അയാൾ പറഞ്ഞ വിഷയത്തിൽ അക്കാഡമിക് എക്സ്പേർട്സ് പറഞ്ഞത് തന്നെയാണോ അയാൾ പറയുന്നത് എന്നാണ് നോക്കേണ്ടത്. ഇത് തികച്ചും മതാത്മകമായ വീക്ഷണമല്ലേ? അല്ല, ഇത് തികച്ചും മതാത്മകമായ വീക്ഷണമല്ല. നമ്മളിപ്പോൾ ശാസ്ത്രീയ കാര്യം, ഇപ്പോൾ നമ്മൾ പരിണാമം പഠിക്കുന്നത് എങ്ങനെയാണ്? ആ പരിണാമത്തിൽ എക്സ്പെർട്ടീസ് ഉള്ള ആളുകൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള വർക്കുകൾ വായിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവർ ഒരു വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജേർണൽസിൽ പബ്ലിഷ് ചെയ്യുകയും പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ജേർണൽസിൽ പബ്ലിഷ് ചെയ്യും. എന്തുകൊണ്ടാണ് പിയർ റിവ്യൂ നമ്മൾ എടുക്കുന്നത്? എവിഡൻസ് മാത്രം നോക്കുകയാണെങ്കിൽ പിയർ റിവ്യൂ എന്നൊരു പ്രോസസ്സ് സയൻസിൻ്റെ ആവശ്യമില്ലല്ലോ. ആ വിഷയത്തിലുള്ള എക്സ്പെർട്ടീസ് അതിനെ റിവ്യൂ ചെയ്യുന്നത്, പിയേഴ്സ് തമ്മിൽ അതിനെ റിവ്യൂ ചെയ്തിട്ട് നീ എടുത്തത് ശരിയാണെന്നുള്ള ഒരു നിഗമനം എടുക്കുന്നത് എപ്പോഴും ഒരു മതാത്മക വിഷയമല്ല. അത് ആക്ച്വലി ശാസ്ത്രം ഫോളോ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ പരിണാമം പഠിക്കുന്നത് ഒരിക്കലും ബ്ലോഗിൽ നിന്നായിരിക്കരുത്, സൃഷ്ടിവാദികളിൽ നിന്നും അവരിൽ നിന്നും ആയിരിക്കരുത്. ആ വിഷയങ്ങൾ ആധികാരികമായി പഠിക്കുന്ന ഒരു സെറ്റ് ഓഫ് അക്കാഡമിക് ബോഡി കാണും. അക്കാഡമിക് ബോഡിയിൽ നിന്നായിരിക്കണം എടുക്കുന്നത് എന്നാണ്. അത് മതാത്മക വീക്ഷണമല്ല. അതാണ് ഏറ്റവും റാഷണൽ ആയിട്ടുള്ള വീക്ഷണം. നമ്മുടെ ഏതൊരു അറിവും, നമ്മുടെ ഫിസിക്സിനെ കുറിച്ചും കെമിസ്ട്രിയെക്കുറിച്ചും ബയോളജിയെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ അറിവും വന്നിട്ടുള്ളത് ആ സോഴ്സുകളിൽ നിന്നാണ്. അക്കാഡമിക് വിഷയങ്ങളിൽ പബ്ലിഷ് ചെയ്ത ജേർണൽസും പിയർ റിവ്യൂഡ് നടന്ന ജേർണൽസിൽ നിന്നൊക്കെയാണ് നമ്മുടെ അറിവ് കിട്ടുന്നത്. അപ്പോൾ അത് മതാത്മക വീക്ഷണമല്ല, തെറ്റാണ്. കോൺട്രഡക്ടറി ആയ അഭിപ്രായങ്ങൾക്ക് PhD കിട്ടാനും പ്രമുഖ അക്കാഡമിക് ജേർണൽസുകൾ അവ പബ്ലിഷ് ചെയ്യാനുമെല്ലാം വളരെയധികം സാധ്യതയുണ്ട്. സാധ്യതയില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ അവിടെയാണ് അക്കാഡമിക് കൺസെൻസസ് എന്നൊരു സംഭവത്തിന് വില വരുന്നത്. അതായത് സയൻസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു കൗണ്ടർ പേപ്പർ വരുമ്പോൾ തന്നെ നമ്മൾ ഫുൾ മാറ്റി വയ്ക്കുകയല്ലോ ചെയ്യുന്നത്. വാട്ട് ഈസ് ദ കൺസെൻസസ് ഓഫ് ദി സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി? അതിന് നമ്മളപ്പോൾ ഒരു വാല്യൂ കൊടുക്കുന്നുണ്ട്. ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ്റെ കൺസെൻസസ് ഇതാണ്. ഇതൊരു മൈനോറിറ്റി വ്യൂ ആണ്. അപ്പോൾ മൈനോറിറ്റി വ്യൂക്ക് ക്രിഡൻസ് കുറയ്ക്കണം, എക്സ്പേർട്ട് വ്യൂവിന് ക്രിഡൻസ് കൂട്ടണം. പിന്നെ ഇത് നിരന്തരമായിട്ട് ഞാൻ കാണുന്ന സംഭവം അപ്പീൽ ടു അതോറിറ്റി ആണിത് എന്നൊരു രീതിയിലുള്ള കമൻസ് ആണ്. ഇത് അപ്പീൽ ടു അതോറിറ്റി അല്ല. നിങ്ങളിതിൻ്റെ കുറച്ചും കൂടെ ആധികാരികമായിട്ടുള്ള വർക്കുകൾ വായിക്കുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ വിഷയത്തിൽ എക്സ്പെർട്ടീസ് ഇല്ലാത്ത ആൾ പറയുന്നതിനെ നമ്മൾ എടുക്കുന്നു എന്നതാണ് അപ്പീൽ ടു അതോറിറ്റി ഫാലസി ആയിട്ട് എടുക്കുന്നത്. അത് അയാൾ ഒരു എക്സ്പെർട്ട് ആണെന്ന് കരുതി നമ്മൾ വിചാരിക്കും. ഉദാഹരണത്തിന് റിച്ചാർഡ് ഡോക്കിൻസ് ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുന്നു. റിച്ചാർഡ് ഡോക്കിൻസ് ജെൻഡറിൻ്റെ ഒരു എക്സ്പെർട്ട് അല്ല. അപ്പോൾ അയാൾ ജെൻഡർ സ്റ്റഡീസിൽ ഒരു കോൺട്രിബ്യൂഷനുകൾ നടത്തിയിട്ടില്ല. പക്ഷേ അയാളുടെ പോയിന്റ് നമ്മൾ എടുത്തിട്ട് ജെൻഡറിനെ കുറിച്ചുള്ള വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അവിടെ ഈ അപ്പീൽ ടു അവിടെയാണ് ആക്ച്വലി അപ്പീൽ ടു അതോറിറ്റി. അയാളുടെ വീഡിയോസ് നമ്മൾ ഷെയർ ചെയ്തിട്ട് നോക്കൂ, റിച്ചാർഡ് ഡോക്കിൻസ് ആർഗ്യുമെൻറ്റ് കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് പറയുമ്പോഴാണ് അതൊരു അപ്പീൽ ടു അതോറിറ്റി പറയുന്നത്. നമ്മൾ പറയുന്നത് അപ്പീൽ ടു അതോറിറ്റി അല്ല, നമ്മൾ പറയുന്നത് ആ വിഷയത്തിലുള്ള എക്സ്പേർട്സ് പറയുന്നത് ഒരു ലേമാൻ പറയുന്നതിലും കൂടുതൽ ക്രീഡൻസ് ഉണ്ട് എന്നൊരു വളരെ ലളിതമായിട്ടുള്ള പോയിൻ്റാണ്. അത് അപ്പീൽ ടു അതോറിറ്റി ഫാലസി. ഇത് നമ്മുടെ യുക്തിവാദ സർക്കിളിൽ ഒരുപാട് ആളുകൾ ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഞാനിപ്പം ഹിസ്റ്റോറിയൻ ആയിട്ടുള്ള ഇന്ന ഹിസ്റ്റോറിയൻസ് ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അപ്പീൽ ടു അതോറിറ്റി അല്ലേന്ന്. അല്ല, ഹിസ്റ്ററിയുടെ കാര്യത്തിൽ ഹിസ്റ്റോറിയൻസ് പറയുന്നത് അപ്പീൽ ടു അതോറിറ്റി ഫാലസി അല്ല. അവർ ആ വിഷയത്തിൽ ഒന്നെങ്കിൽ അവർ അതിൽ എക്സ്പെർട്ടീസ് അല്ലാത്ത ആളുകളാണെങ്കിൽ അയാൾ അത് അപ്പീൽ ടു അതോറിറ്റി, അല്ലെങ്കിൽ അയാൾ മറ്റ് എക്സ്പെർട്സുമായിട്ട് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ അത് അപ്പീൽ ടു അതോറിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് അപ്പീൽ ടു അതോറിറ്റി അല്ല. വിഷ്ണു കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. വിഷ്ണു വിഷ്ണു പറയുന്നത് വി ക്യാൻ ഓൾവേസ് റെഫർ ടു വാട്ട് എക്സ്പേർട്സ് സേ. അത് നല്ലതാണ്, ബട്ട് അവർ പറഞ്ഞത് കൊണ്ട് ആ കാര്യം ശരിയാവുകയും എക്സ്പെർട്ട് അല്ലാത്തൊരു വ്യക്തി പറഞ്ഞുകൊണ്ട് ഒരു തെറ്റാവുകയും ഇല്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ സ്ലൈഡിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എക്സ്പെർട്സ് ആർ മോർ ലൈക്ലി ടു ബി ട്രൂ ദാൻ
ലേ പേഴ്സൺ. അതായത് ഉദാഹരണം നിങ്ങൾ ബെറ്റ് ചെയ്യുകയാണെങ്കിൽ ആരായിരിക്കും നിങ്ങൾ ബെറ്റ് ചെയ്യുന്നത്? ഒരു എക്സ്പെർട്ടിനെ ആയിരിക്കുമോ പുറത്തായിരിക്കുമോ നിങ്ങൾ ബെറ്റ് ചെയ്യുന്നത്, അതോ എക്സ്പെർട്ട് അല്ലാത്ത ആളുകൾ? നിങ്ങളൊരു കുതിരപ്പന്തയത്തിൽ സ്പീഡിൽ ഓടുന്ന കുതിരയ്ക്കാണോ ബെറ്റ് ചെയ്യുന്നത്, അതോ വയസ്സനായി ചാവാൻ കിടക്കുന്ന കുതിരയ്ക്കാണോ ബെറ്റ് ചെയ്യുന്നത്? നിങ്ങളൊരു ക്രിക്കറ്റ് മാച്ചിൽ വിരാട് കോഹ്ലിക്കാണോ ബെറ്റ് ചെയ്യുന്നത് 100 അടിക്കാൻ, അതോ ഇഷാന്ത് ശർമ്മയാണോ വയ്ക്കുന്നത്? നിങ്ങൾ ഒരു മെഡിക്കൽ അഡ്വൈസ് പോകുമ്പോൾ നിങ്ങളൊരു ഡോക്ടറിനെയാണോ ബെറ്റ് ചെയ്യുന്നത്, അതോ ഒരു ലോയറിനെയാണോ? നിങ്ങളൊരു ലീഗൽ കാര്യം സംസാരിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആരിലാണ് ബെറ്റ് ചെയ്യുന്നത്? ഒരു ലോയറിലാണോ ബെറ്റ് ചെയ്യുന്നത്, അതോ എന്നെ പോലുള്ള യൂട്യൂബറിലാണോ? ലോയറിലായിരിക്കും. സോ ദാറ്റ്സ് അതൊരു റീസണബിൾ സംഭവമാണ്. അവർ പറഞ്ഞുകൊണ്ട് അവർ ശരിയാണോ എന്നല്ല നമ്മുടെ വാദം. ദേ ആർ മോർ ലൈക്ലി ടു ബി ട്രൂ. ഈ യൂസർ ഐ ഡി എനിക്ക് പറയാൻ പറ്റില്ല, INDV എന്നൊക്കെയാണ് യൂസർ ഐ ഡി. അദ്ദേഹം പറയുന്നത് സെൽഫിഷ് gene theory explained altruism and exposed various other understated evidence for argument for God. But selfish gene theory was postulated by Richard Dawkins, who is an atheist. So how can we trust selfish gene theory? Richard Dawkins അത് പറഞ്ഞു, അതുകൊണ്ട് നമ്മളത് ട്രസ്റ്റ് ചെയ്യണം എന്നത് ഫോൾസ് വാദമാണ്. അങ്ങനെ ഒരു വാദം നമ്മൾ എടുക്കരുത്, അത് ശരിയായ വാദമല്ല. റിച്ചർഡ് ഡോക്കിൻസ് ഒരു വാദം വെച്ചു, ആ വാദത്തോട് എക്സ്പേർട്സ് കൺഫർ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് റീസണബിൾ ആയിട്ട് എടുക്കാം. അത് എക്സ്പേർട്ട് ഒപ്പീനിയൻ ആണ് റിച്ചർഡ് ഡോക്കിൻസ് പറയുന്നത് എങ്കിൽ നമുക്കത് എടുക്കാൻ പറ്റില്ല. അല്ലാതെ റിച്ചർഡ് ഡോക്കിൻസ് ഒരു വാദം കൊണ്ടുവന്നു, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത് എനിക്ക് ഒരു ലേ പേഴ്സണായ എനിക്ക് ശരിയായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ അത് എടുക്കുവാണെങ്കിൽ അത് മോർ പ്രോബ്ലമാറ്റിക് ആണ്. പക്ഷേ റിച്ചർഡ് ഡോക്കിൻസ് ഒരു വാദം പറഞ്ഞു, അത് എക്സ്പേർട്സ് അഗ്രി ചെയ്യുന്ന വാദം ആണ് റിച്ചർഡ് ഡോക്കിൻസ് പറയുന്നത് എങ്കിൽ അത് മോർ ലൈക്ലി ടു ബി ട്രൂ ആണ് എന്നതാണ് നമ്മുടെ വാദം. പിന്നെ ഏത്തിസ്റ്റ് പറഞ്ഞു അതുകൊണ്ട് എടുക്കരുത്, തീയിസ്റ്റ് പറഞ്ഞു അതുകൊണ്ട് എടുക്കണം, അങ്ങനെ അല്ലെങ്കിൽ റിവേഴ്സ്, തീയിസ്റ്റ് പറഞ്ഞ് എടുക്കരുത്, ഏത്തിസ്റ്റ് പറഞ്ഞ് എടുക്കണം, അങ്ങനത്തെ ഒരു വാദമല്ല നമ്മൾ പറഞ്ഞത്. സെൽഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഹിസ്റ്റോറിസിറ്റി ഓഫ് ജീസസ് എന്ന് പറയുന്ന വിഷയത്തിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു ശപഥം തന്നെ ഞങ്ങൾ യേശുവിനെതിരെ ഒന്നും പബ്ലിഷ് ചെയ്യില്ല എന്നാണ്. അങ്ങനെ എഴുതി വാങ്ങിച്ചുകൊണ്ട് പബ്ലിഷ് ചെയ്യിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. പിന്നെ ക്രിസ്ത്യൻ വാല്യൂസ് പ്രൊപ്പഗേറ്റ് ചെയ്യാനാണ്ട് ഞങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞാൽ പബ്ലിക്കലി ഡിക്ലെയർഡ് ആയിട്ടുള്ള സെൽഫ് ഇൻട്രസ്റ്റ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ നിന്ന് വരുന്ന വർക്കുകൾ നമ്മൾ സ്കെപ്റ്റിക്കായിട്ട് കാണണമെന്നാണ് പോയിന്റ്. അല്ലാതെ ആൾ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നാണ്. അങ്ങനെയാണെങ്കിൽ സയൻസ് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. കാരണം സയൻസിൽ കുറേ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ആർ തീസ്റ്റ് ആയിട്ടുള്ള ആളുകളാണ് മോസ്റ്റ് ആളുകൾ എത്തീസ്റ്റ് ഒന്നുമല്ല. പക്ഷേ നമ്മൾ സയൻസിനെ എന്തുകൊണ്ടാണ് എടുക്കുന്നത്? കാരണം ഈ സയൻസ് എന്ന് പറയുന്ന ഡൊമെയിൻ അല്ലെങ്കിൽ സയൻസ് എന്നുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇങ്ങനെയുള്ള വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വേണ്ടി എടുക്കില്ല. അവർ റിസർച്ച് എന്നൊരു ഫോക്കസിലാണ് ഇരിക്കുന്നത്. നമുക്ക് സത്യം അറിയണം എന്നൊരു റിസർച്ചിന് വേണ്ടിയാണ് ഇരിക്കുന്നത്. അല്ലാതെ എനിക്ക് ക്രിസ്ത്യൻ വാല്യൂസ് പ്രൊപ്പഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുന്നത് ഫ്ലാറ്റ് എർത്ത് തിയറി പ്രൊപ്പഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ജീസസ് ശരിക്കും ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചുള്ള വാദങ്ങൾ കൊണ്ടുവരും, ഇങ്ങനെയുള്ള വെസ്റ്റേൺ ഇൻട്രസ്റ്റ് വെച്ച് നടത്തുന്നതല്ല. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ബേസിക്കലി സത്യം അറിയണം എന്ന് പറയുന്ന ഒരു രീതിയിലാണ് റിസർച്ച് ചെയ്യുന്നത്. അവിടെ റിസർച്ച് ചെയ്യുന്ന തീയിസ്റ്റ് ആയിക്കോട്ടെ ഏത്തീസ്റ്റ് ആയിക്കോട്ടെ അവരുടെ വർക്ക്സ് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ്. അല്ലാതെ ഗ്രഹാം ഒപ്പി ഏത്തീസ്റ്റ് ആണ് അതുകൊണ്ട് പുള്ളിയുടെ എടുക്കരുത് എന്നുള്ള. ഗ്രഹാം ഒപ്പി ഇങ്ങനെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധമുണ്ട് നമുക്ക് ഒരു തെളിവും കിട്ടിയിട്ടില്ല. പക്ഷേ വില്യം ലെയ്ൻ ക്രേഗ് അങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട്, അതായത് ഈ സമൂഹങ്ങളിൽ ഈ എന്താ പറയുക യങ് എർത്ത് ക്രിയേഷനിസവും ആണെന്ന് തോന്നുന്നു, അതോ ഇൻ്റലിജൻറ്റ് ഡിസൈൻ ആണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് എനിക്ക് ഓർമ്മ. എൻ്റെ പേപ്പർ ചെക്ക് ചെയ്യാൻ ഇൻ്റലിജൻറ്റ് ഡിസൈനാണോ ക്രിയേഷനിസമാണോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവരണം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. വേറൊരു കമൻറ്റ് അയ്യൂബ് വെല്ലുവിളി എന്നാണ്. അദ്ദേഹം പറഞ്ഞ സമൂഹം വിഷയത്തിൽ എക്സ്പേർട്ട് എന്ന് പറയുന്ന ആളുകൾക്ക് നല്ല ബയസ് ഉണ്ടാകും. അതെ, സാധാരണ ആളുകൾക്ക് ബയസ് ഉണ്ടാകത്തില്ല, എക്സ്പേർട്സിനാണ് ബയസ് ഉണ്ടാകുന്നത്. അറിവില്ലായ്മ ഉണ്ടാകും, കണ്ടസ്റ്റ് അഭിപ്രായമൊന്നുമില്ല. അത് എക്സ്പേർട്സിന് അറിവില്ലായ്മ ഉണ്ടാകും, അതുകൊണ്ട് അവരും ശരിയാണെന്ന് എപ്പോഴും പറയാൻ പറ്റത്തില്ല. ദ പോയിന്റ് ഈസ് എക്സ്പേർട്സ് കൂടുതൽ ഡേറ്റ പരിശോധിക്കുന്നു, ലേ പേഴ്സൺ അത്രയും ഡേറ്റ പരിശോധിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാ മനുഷ്യർക്കും ബയസ് ഉണ്ട്. അപ്പം ഹു ഈസ് മോർ ലൈക്ലി ടു ബി ട്രൂ എന്നതാണ് പോയിന്റ്. ഇപ്പോൾ സയൻസ് ചെയ്യുന്ന ആളുകൾക്കും ബയസ് ഉണ്ടായിരിക്കും, എനിക്കും ബയസ് ഉണ്ടായിരിക്കും. പക്ഷേ സയൻസ് ചെയ്യുന്ന വിഷയങ്ങളിൽ സയൻറ്റിസ്റ്റുകളെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്, ബിക്കോസ് ദേ ആർ മോർ ലൈക്ലി ടു ബി ട്രൂ, നോട്ട് മീ. അതാണ് പോയിന്റ്. വേറൊരാൾ പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ പേര് ജിജിൽ PM എന്നാണ്. അദ്ദേഹം പറഞ്ഞത് വാട്ട് ഹീ സെഡ് അബൌട്ട് എക്സ്പെർട്സ് ഈസ് ഫണ്ടമെൻ്റലി റോങ്, വി ഷുഡ് റിലൈ ഓൺ എവിഡൻസ് റാദർ ദാൻ എക്സ്പെർട്സ്. അഗെയിൻ ദ സെയിം ക്വസ്റ്റ്യൻ, എന്താണ് എവിഡൻസ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇതാണ് എവിഡൻസ് എന്ന് വരുന്നത് എക്സ്പെർട്സ് ആയിട്ടുള്ള ആളുകൾ പിയർ റിവ്യൂ ചെയ്ത് ഏതെങ്കിലും നല്ല ജേർണൽസിൽ പബ്ലിഷ് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ സ്ക്രൂട്ടനൈസ് ചെയ്ത് പേപ്പർ പബ്ലിഷ് ചെയ്യുന്ന വെൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള വെൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജേർണൽസിനെ ട്രസ്റ്റ് ചെയ്യണം, ലാൻസെറ്റിനെ ട്രസ്റ്റ് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞത് എന്തുകൊണ്ടാണ്? സയൻസിൻ്റെ കാര്യത്തിൽ ഈ ഒരു സംഭവം കൊണ്ടാണ്. സോ എവിഡൻസ് എന്ന് പറയുന്നത് തന്നെ, എവിഡൻസ് ആക്ച്വലി ഈ ഇത്തരം എക്സ്പേർട്സ് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് എന്താണ് എവിഡൻസ് എന്ന് മനസ്സിലാക്കാൻ പറ്റുക. എനിക്ക് തോന്നുന്നു മെയിനായിട്ടുള്ള പോയിൻറ്റ്സൊക്കെ ഇതായിരുന്നു. വേറെ പോയിൻറ്റ്സ് ഒന്നും ഞാൻ കണ്ടില്ല അഡ്രസ്സ് ചെയ്യേണ്ട പോയിൻറ്റ്സ്. സോ
നമ്മുടെ പോയിന്റ് ബേസിക്കലി ഇത്രയേ ഉള്ളൂ. എക്സ്പേർട്സ് ആർ മോർ ലൈക്ലി ടു ബി ട്രൂ ദാൻ അസ്. ഒരു ലേ പേഴ്സണായ നമ്മളെക്കാട്ടിലും കൂടുതൽ സാധ്യത എക്സ്പേർട്സിനായിരിക്കും. അതുകൊണ്ട് എക്സ്പേർട്സ് പറയുന്ന എല്ലാം ശരിയാണെന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ വെയിറ്റ് കൊടുക്കുമ്പോൾ ആർക്കാണ് വെയിറ്റ് കൊടുക്കേണ്ടത്, ഒരു കാര്യത്തിൽ കൂടുതൽ സ്വീകാര്യത നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത് എന്നതാണ്. ശരി പറയുന്നത് ആര് പറഞ്ഞാൽ എന്താ ശരി പറഞ്ഞാൽ പോരുമ്പോൾ ആ ശരി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്നത് ഇത്തരം എക്സ്പേർട്സിൽ നിന്നാണ് എന്നാണ് എൻ്റെ പോയിൻ്റ്. അല്ലാതെ എക്സ്പേർട്സ് പറഞ്ഞത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, മറ്റുള്ളവർക്കൊന്നും അറിയില്ല, അവർക്ക് ബുദ്ധിയില്ല, അതൊക്കെ ഞാൻ എൻ്റെ ആ ഒരു പ്രസൻറ്റേഷനിൽ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയല്ല പോയിന്റ്. മറ്റേ ഈ എക്സ്പേർട്സിനെ റിലൈ ചെയ്യാത്തവർക്ക് ബുദ്ധിയില്ലെന്നോ അവർ പറഞ്ഞ് ചിലപ്പം തെറ്റാണെന്നൊന്നുമല്ല നമ്മുടെ പോയിന്റ്. ഹൂ ഈസ് മോർ ലൈക്ലി ടു ബി ട്രൂ? ഏറ്റവും കൂടുതൽ സാധ്യത ആർക്കാണ് ശരിയാവാനുള്ള, ഏറ്റവും കുറവ് ബയസ് ആവാനുള്ള സാധ്യത ആർക്കാണ്, ഏറ്റവും കൂടുതൽ ഡേറ്റ റീഡ് ചെയ്യുന്ന ആരാണ്, അപ്പം ആരെയാണ് നമ്മൾ കൂടുതൽ വെയിറ്റ് കൊടുക്കേണ്ടത് ഇതാണ്. അപ്പം ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഇനി വേറൊരു വീഡിയോ വരുന്നവരെ നന്ദി.